അപ്പുറം. ഞാൻ ഈ സിനിമ കഴിഞ്ഞ വർഷം, അതായത് 2025 മാർച്ചിൽ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടതാണ്. സിനിമയുടെ പ്രമേയം കൊണ്ട് ഇപ്പോഴും അതിനൊരു ഇമ്പാക്ട് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പടം കൂടിയാണ്. സോ ഇതിനൊരു സെപ്പറേറ്റ് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ അന്ന് തന്നെ വിചാരിച്ചതാണ്. തിയേറ്ററിലോ ഡിജിറ്റലിലോ റിലീസ് ആകുമ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ദു ലക്ഷ്മി രചനയും സംവിധാനവും നിർവഹിച്ച് ജഗദീഷ്, അനഘ മായാരവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന അപ്പുറം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന്. ആത്മഹത്യാ പ്രവണതയുള്ള ഒരു സ്ത്രീയുടെ കുടുംബത്തിന്, അതായത് അവരുടെ ഭർത്താവിനും മകൾക്കും അവരുടെ ഈ ഒരു അവസ്ഥ മൂലം ഉണ്ടാകേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് അപ്പുറം എന്ന സിനിമ പറയുന്നത്. ഒരു സൈക്കോളജിക്കൽ ഡ്രാമയാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞിരിക്കുന്ന പ്രമേയം കൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അപ്പുറം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പറയുന്ന സിനിമയാണ്. പരമ്പരാഗത ആചാരങ്ങളെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ കുരുപൊട്ടാനുള്ള സാധ്യത കുറച്ചുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി ഇതിലെ പെൺകുട്ടി, അവൾക്ക് അവളുടെ അമ്മയോടുള്ള സ്നേഹവും അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന രീതിയിലും ഇത് കാണാൻ പറ്റും. സെക്കൻഡ് ഹാഫിലൊക്കെ എത്തുമ്പോൾ പടം ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഭീകരതയിൽ ഒരു സർവൈവൽ ത്രില്ലർ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എൻഡിംഗ് ആണ് ഇതിന്റെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ സിനിമയ്ക്ക് ഒരു വല്ലാതെ വൈകാരിക പിരിമുറുക്കം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ജെൻഡറിന്റെ പേരിലുള്ള വിവേചനമാണ് ഈ സിനിമ സംസാരിക്കുന്ന പ്രധാന വിഷയം. സ്ത്രീകൾക്ക് സംരക്ഷണവും പരിചരണവും നൽകുകയാണ് എന്ന മറവിൽ ആർത്തവത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് അതിൽ അന്ധവിശ്വാസമൊക്കെ കൂട്ടിക്കലർത്തി സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നത് ഈ സിനിമയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ കഥാപാത്രത്തിന് തുടർന്നുള്ള പഠനമൊക്കെ നിന്നുപോയതെന്നുള്ളത് ഉൾപ്പെടെ ഇതിലെ പല കാര്യങ്ങളും ഇപ്പോഴും ചിലയിടങ്ങളിൽ പ്രസക്തമാണെന്ന് പറയാം. അമ്മയുടെ കഥാപാത്രത്തിന് പറ്റിയ തെറ്റുകളും അല്ലെങ്കിൽ അമ്മയുടെ തകർന്നുപോയ സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി മകൾക്ക് പിന്നീട് സ്വയം പ്രതികരിച്ച് സ്ട്രോങ് ആകേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാവുകയാണ്. അനഘ മായാരവിയാണ് മകൾ ജാനകി എന്ന കഥാപാത്രമായിട്ട് വരുന്നത്. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയുടെ ഷോ സ്റ്റീലർ എന്ന് പറയാവുന്ന പ്രകടനമാണ് അനഘയുടേത്. അതുപോലെ തന്നെ അച്ഛൻ വേണു എന്ന കഥാപാത്രമായിട്ട് വരുന്ന ജഗദീഷിന്റെയും മികച്ച പ്രകടനം സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ അമ്മ ചിത്രയായിട്ട് വന്ന മിനി IG-യുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ രാജേഷ് ധരനാണ്, എഡിറ്റിംഗ് അപ്പു ഭട്ടതിരിയാണ്, ബിജിബാലാണ് ഇതിന്റെ മ്യൂസിക്. പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതാണ്. പടം സിംഗ് സൗണ്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സംവിധായകയുടെ മുൻചിത്രമായ നിളയും ഞാൻ ഫെസ്റ്റിവലിൽ കണ്ടതാണ്. അതിന്റെ പണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുമുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച പടമാണിതെന്ന് തോന്നി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒരു സ്ത്രീ തന്നെ എഴുതി സംവിധാനം ചെയ്തതിന്റെ എല്ലാ ഗുണവും ഈ സിനിമയ്ക്ക് ഉണ്ട്. ഒരു സിനിമ എന്നതിനേക്കാൾ ഒരു ഷോർട്ട് ഫിലിമിന്റെയോ അല്ലെങ്കിൽ ഒരു TV സീരിയൽ കാണുന്നതിന്റെയൊക്കെ പ്രതീതി പലയിടങ്ങളിലും സിനിമയുടെ മേക്കിംഗിൽ പ്രകടമാണെന്നുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. ടെക്നിക്കൽ സൈഡിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ടൊരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. അതുപോലെ പടം എല്ലാവർക്കും പറ്റിയ കപ്പ് ചായ അല്ല എന്ന് വെച്ചാൽ വളരെ സ്ലോയിലോ അല്ലെങ്കിൽ ഒട്ടും എൻഗേജിംഗ് ഒന്നും അല്ലാതെ പോകുന്ന ഈ അവാർഡ് പടം ടൈപ്പ് അങ്ങനത്തെ സിനിമയൊന്നും അല്ല. പടം അത്യാവശ്യം എൻഗേജിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇത്തരം വിഷയങ്ങൾ, ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമ തന്നെയാണ്. മൊത്തത്തിൽ നല്ല ഒരു സിനിമയാണ് അപ്പുറം. വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ്. ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ലെങ്ത്തും വളരെ കുറവാണ്. 1 മണിക്കൂർ 13 മിനിറ്റോ 10 മിനിറ്റ് മാത്രമേ കണ്ട ലെങ്ത് ഉള്ളൂ. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് കാലിക പ്രസക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വിഷയം സ്ട്രോങ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട് എന്ന് മാത്രം. പടം ഇപ്പോൾ മനോരമ മാക്സിൽ ഡിജിറ്റൽ റിലീസ് ആയിട്ടുണ്ട്. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.